മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി ഇന്ന് മരണാസന്നമായിക്കൊണ്ടിരിക്കുന്നൊരു ഭാഷ, പേര് മാദിഗ. ചക്ലിയ എന്ന ജാതിയിലുള്ളവർ സംസാരിക്കുന്ന ഭാഷയാണ് മാദിഗ. തെലുങ്ക് ദേശത്ത് നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും കുടിയേറിയവരാണ് ചക്ലിയൻസ്. പക്ഷേ ഇത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതിന് വലിയ കൃത്യതയില്ല. ഇനി സോഷ്യൽ ഹൈറാർക്കി നോക്കിയാൽ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലാക്കപ്പെട്ടവരാണ് ചക്ലിയൻസ്. മധുര മാനുവലിലും മറ്റും പറയുന്നത് പ്രകാരം ചക്ലിയൻസ് തുകൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരാണ്. അതായത് ലെതറിൻ്റെ പ്രോസസ്സിങ്ങും അതുകൊണ്ടുള്ള ചെരുപ്പുകളും മറ്റും നിർമ്മിക്കുന്നവർ. തെലുങ്ക് ദേശത്ത് മാഡിഗ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ തുടർച്ചക്കാർ തന്നെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ചക്ലിയൻസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് അവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് മാദിഗ എന്ന് പേര് വന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപി ഇല്ലാത്തൊരു ഭാഷയാണ് മാദിഗ. അതിന് ആൽഫബറ്റ്സോ സ്ക്രിപ്റ്റ്സോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇറ്റ്സ് എ വോക്കൽ ലാംഗ്വേജ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ചക്ലിയ ജാതിയിലുള്ളവർ സംസാരിക്കുന്ന മാദിഗയാണ് ഇന്ന് നമ്മുടെ വിഷയം. ഈ മാദിഗ ഭാഷ തെലുങ്ക്, തമിഴ്, തുളു, മലയാളം ഇവയെല്ലാം കലർന്നതാണ്. ഈ മാദിഗ സംസാരിക്കുന്ന രണ്ടേ പേരെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. KP നാരായണനും സഹോദരി രാജാറാണിയും. ലിപി ഇല്ലാത്തതിനാൽ ഈ രണ്ട് സഹോദരങ്ങളുടെ കാലശേഷം തീർത്തും മാദിഗ ഭാഷ മരിക്കും എന്ന് തന്നെ പറയാം. ಹತ್ತಿದಿರಿಲ್ಲ ಸರಿ ಮಾಡಿ ಎಲ್ಲ ದುಬಾಯಿ ಹೋಗ್ಬಿಟ್ರು, ಎಲ್ಲ ಹೋಗ್ಬಿಟ್ರು, ಯಾರು ಇಲ್ಲ. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മറ്റൊരു കേസാണ് സൗത്ത് അമേരിക്കയിലെ യാഗൻ കമ്മ്യൂണിറ്റിയുടെ യമന ഭാഷയ്ക്കും സംഭവിച്ചത്. 2023 തൻ്റെ 93-ാം വയസ്സിൽ മരണപ്പെട്ട ക്രിസ്റ്റീന കാൽറോൺ ആണ് ഈ ഭാഷ അറിയാമായിരുന്ന അവസാനത്തെ വ്യക്തി. ജീവിച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ ട്രഷർ, മനുഷ്യനിധി എന്നാണ് യുനെസ്കോ അവരെ വിശേഷിപ്പിച്ചത്. തൻ്റെ ഭാഷയെ സംരക്ഷിക്കാൻ ഒരു ഡിക്ഷണറി തന്നെ ജീവിതകാലത്ത് ക്രിസ്റ്റീന കാൽറോൺ ഒരുക്കിയിരുന്നു. യുനെസ്കോയുടെ അറ്റ്ലസ് ഓഫ് ദി വേൾഡ്സ് ലാംഗ്വേജസ് ഇൻ ഡേഞ്ചറിൽ പറയുന്നത് പ്രകാരം ഇന്ത്യയിൽ മാത്രം ഏകദേശം 200-നടുത്ത് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ഉണ്ട്. എന്നാൽ ഇവിടെ ചക്ലിയൻസിൻ്റെ പുതിയ തലമുറകൾ ഇന്നും കേരളത്തിലെ കരിവള്ളൂർ പ്രദേശത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം തന്നെ മാദിഗയല്ല, മറിച്ച് മലയാളമാണ് സംസാരിക്കുന്നത്. അവർക്കൊന്നും തന്നെ ഇത് നിലനിർത്തണമെന്ന താല്പര്യമുള്ളതായി കാണുന്നുമില്ല. മൗനത്തിലേക്കും മൃതിയിലേക്കും അടുക്കുന്ന ഒരു ഭാഷ മാദിഗ. And you heard it on Thought Fox by Ramesh.